നമസ്കാരം. പ്രധാന വാർത്തകൾ. പുതുനൂറ്റാണ്ടിന്റെ തുടക്കം. പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടുമൊരു ചിങ്ങപ്പുലരി. പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടുമൊരു മലയാള പുതുവർഷം പിറന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവകാലത്തിന്റെയും തുടക്കം കൂടിയാണ് ചിങ്ങം 1. പുതിയ നൂറ്റാണ്ടിന്റെ കൂടി തുടക്കമാവുകയാണ് ഇന്ന്. കൊല്ലവർഷം 1200 കടക്കുകയാണ്. അതായത് 13-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. കേരളത്തിന് കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. പിന്നാലെ ഓണവും എത്തും. ചിങ്ങത്തിലെ തിരുവോണം നാളാണ് മലയാളികളുടെ സ്വന്തം ഓണം എത്തുന്നത്. മഹാബലിയുടെ ഓർമ്മകളും വിളവെടുപ്പ് ആഘോഷങ്ങൾക്കുമായി ചിങ്ങം പിറന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യം ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നടപ്പിലാക്കാനുമുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. ഓരോ കർഷകനും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊന്നിൻ പുലരി കൂടിയാണ് ഈ ദിനം. ക്ഷേത്ര ദർശനത്തിന് പോയ സ്ത്രീകൾ സഞ്ചരിച്ച ഓട്ടോയിൽ കാറിടിച്ച അപകടം. വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചിങ്ങപ്പുലരിയിൽ അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിന് പോയ സ്ത്രീകൾ സഞ്ചരിച്ച ഓട്ടോയിൽ കാറിടിച്ച വീട്ടമ്മ മരിച്ചു. കരുവാറ്റ താമലാക്കൽ കളഭം വീട്ടിൽ ഗോപിനാഥൻ പിള്ളയുടെ ഭാര്യ ലതയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. പുലർച്ചെ 5ഓടെ ദേശീയപാതയിൽ പുറക്കാട് മാത്തേരി ഭാഗത്തായിരുന്നു അപകടം. അയൽവാസികളായ മറ്റ് 4 സ്ത്രീകളുമായി ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ നിയന്ത്രണം തെറ്റി വന്ന കാറിടിച്ചാണ് അപകടമുണ്ടായത്. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ. യുവതിയുടെ കയ്യിൽ നിന്നും നിക്ഷേപ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയത് 1/2 കോടിയിലധികം രൂപ. പ്രതികൾ പിടിയിൽ. ഒല്ലൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്നും നിക്ഷേപ തട്ടിപ്പിലൂടെ 1/2 കോടിയിലധികം രൂപ ഓൺലൈൻ വഴി കൈക്കലാക്കിയ കേസിലെ പ്രതികൾ പിടിയിൽ. മലപ്പുറം എടരിക്കോട് ചിതലപ്പാറ സ്വദേശി എടക്കണ്ടം വീട്ടിൽ അബ്ദുറഹ്മാൻ, എടക്കോട് പുതുപ്പറമ്പ് സ്വദേശി കാട്ടിക്കുളങ്ങര വീട്ടിൽ സാദിഖലി, കുറ്റിപ്പുറം സ്വദേശി തടത്തിൽ വീട്ടിൽ ജിത്തുകൃഷ്ണൻ, കാട്ടിപ്പറത്തി കാഞ്ഞിപ്പുര സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ റോഷൻ റഷീദ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു, ഒരാളെ കാണാതായി. മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു, അപകടത്തിൽ ഒരാളെ കാണാതായി. അഞ്ചുതെങ്ങ് സ്വദേശി ബെനഡിക്റ്റിനെയാണ് കാണാതായത്. രാവിലെ 6:20ഓടെയാണ് അപകടമുണ്ടായത്. വള്ളത്തിലുണ്ടായിരുന്ന 4 തൊഴിലാളികളിൽ 3 പേരെ രക്ഷപ്പെടുത്തി. അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും തെരച്ചിൽ തുടരുന്നു. സബർമതി എക്സ്പ്രസ് പാറയിലിടിച്ചു. 20ഓളം കോച്ചുകൾ പാളം തെറ്റി. യാത്രക്കാർ സുരക്ഷിതർ. ഉത്തർപ്രദേശിൽ സബർമതി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സബർമതി എക്സ്പ്രസിന്റെ 20ഓളം കോച്ചുകളാണ് പാളം തെറ്റിയത്. സംഭവത്തിൽ അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഝാൻസിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് കാൺപൂർ റെയിൽവേ സ്റ്റേഷന് സമീപമെത്തുമ്പോൾ പാളം തെറ്റിയത്. വാരണാസി ജംഗ്ഷനിൽ നിന്ന് അഹമ്മദാബാദ് വരെ യാത്ര ചെയ്യുന്ന സബർമതി എക്സ്പ്രസ് ഒരു പാറയിൽ ഇടിച്ചതിനെ തുടർന്നാണ് പാളം തെറ്റിയതെന്ന് നോർത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു.